അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, തഹ്സീബുൽ അഹ്സാബ്, പാർട്ടികൾ രൂപീകരിക്കൽ, പാർട്ടികളെ സംഘടിപ്പിക്കൽ. കാനമിൻ യഹൂദിൽ മദീന ബനുൻ നദീർ. ബനുൻ നദീർ ഗോത്രം മദീനയിലെ ജൂതന്മാരിൽപ്പെട്ടവരായിരുന്നു. ഫലമ്മാ നഖളു അഹ്ദഹും വഹാറബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നടത്തിയ കരാറ് ലംഘിക്കുകയും മുത്തുനബിയോട് യുദ്ധം ചെയ്യുകയും ചെയ്തപ്പോൾ, ശത്രുത കാണിക്കുകയും ചെയ്തപ്പോൾ, ജലാഹും അനിൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ മദീനയിൽ നിന്നും നാട് കടത്തി. ഫനസലത്ത് ത്വായിഫത്തുൻ മിൻഹും, അങ്ങനെ അവരിൽ നിന്ന് ഒരു വിഭാഗം ഇറങ്ങി ഖൈബർ, ഖൈബറിൽ ഇറങ്ങി താമസിച്ചു. വൽ ആഖറൂന ബി അദ്രിയാത്ത്, അവരിൽ മറ്റു ചിലർ അദ്രിയാത്തിലും ഇറങ്ങി. ഫക്കാനല്ലദീന നസലു ബി ഖൈബറ, അവരിൽ ഖൈബറിൽ ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ, അവരിൽ ഖൈബറിൽ ഇറങ്ങിയവർ ആയിരുന്നു യതഫന്നനൂന ഫിൽ കൈദി ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളോട് വിവിധ തരം കുതന്ത്രങ്ങൾ മെനയുന്നവരായിരുന്നു. ഫഖദിമ വഫ്ദുൻ മിൻ റസായിഹിം, അങ്ങനെ അവരുടെ തലവന്മാരിൽ നിന്നുള്ള ഒരു സംഘം മുന്നിട്ട് വന്നു. അലാ ഖുറൈശിൻ വ ഖബായില ഗതുഫാന, ഖുറൈശികളുടെ അടുക്കൽ, ഗതുഫാനിലെ ഗോത്രങ്ങളുടെ അടുക്കൽ അവരുടെ തലവന്മാരിൽ നിന്നുള്ള ഒരു നിവേദക സംഘം വന്നു. യുഹർറിളൂനഹും അലാ ഹർബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരായിട്ട്. വഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, ഇന്നാ സനകൂന മഅക്കും ഹത്താ നസ്തസിലഹു, ഞങ്ങൾ നിശ്ചയം നിങ്ങളോടൊപ്പം ഉണ്ടാകും, മുഹമ്മദിനെ ഉന്മൂലനാശം വരുത്തുന്നത് വരെ. ഫസാലത്തുഹും ഖുറൈശുൻ, അപ്പോൾ ഖുറൈശികൾ ഈ ബനുൻ നദീർ ഗോത്രക്കാരോട് ചോദിച്ചു, അഫദീനുന ഖൈറുൻ അം ദീനുഹു, ഞങ്ങളുടെ മതമാണോ അതല്ല മുഹമ്മദിൻ്റെ മതമാണോ ഉത്തമമായിട്ടുള്ളത്? ഖാലു, ഈ നിവേദക സംഘം പറഞ്ഞു, ബൽ ദീനുക്കും ഖൈറും മിൻ ദീനിഹി, നിങ്ങളുടെ ദീന് മുഹമ്മദിൻ്റെ ദീനിനേക്കാൾ ഉത്തമമാണ്. ഫഅൻസലല്ലാഹു തആല ഫിഹിം, അപ്പോൾ അല്ലാഹു തആല അവരുടെ വിഷയത്തിൽ ആയത്തിറക്കി. അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബ് യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത് വയഖൂലൂന ലില്ലദീന കഫറൂ ഹൗലാഇ അഹ്ദാ മിനല്ലദീന ആമനൂ സബീല ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ് വമൻ യൽഅനില്ലാഹു ഫലൻ തജിദ ലഹു നസീറാ. അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു വിഹിതം നൽകപ്പെട്ടവരിലേക്ക് തങ്ങൾ നോക്കുന്നില്ലയോ? യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്, ബിംബങ്ങളിലും ദുർമൂർത്തികളിലും
അവർ വിശ്വസിക്കുന്നു. മാത്രവുമല്ല വയഖൂലൂന ലില്ലദീന കഫറൂ ഹൗലായി അഹ്ദാ മിനല്ലദീന ആമനൂ സബീല. അവിശ്വാസികളോട് അവർ പറയുകയും ചെയ്യുന്നു, ഇവർ സത്യവിശ്വാസികളെക്കാൾ സന്മാർഗം പ്രാപിച്ചവരാണെന്ന് അവിശ്വാസികളോട് അവർ പറയുകയും ചെയ്യുന്നു. ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, അവരെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. അല്ലാഹു ശപിച്ചവരാണവർ. വമൻ യൽഅനില്ലാഹു ഫലൻ തജിദ ലഹു നസീറ. അല്ലാഹു വല്ലവനെയും ശപിച്ചു കഴിഞ്ഞാൽ അങ്ങവന് യാതൊരു സഹായിയെയും കണ്ടെത്തുകയില്ല എന്നർത്ഥം വരുന്ന ആയത്ത് അവരുടെ വിഷയത്തിൽ അല്ലാഹു തആല അവതരിപ്പിച്ചു. ഫവാഫഖഹും ഖുറൈശുൻ വഗത്ഫാൻ. അങ്ങനെ ഈ നിവേദക സംഘത്തിനോട് ഖുറൈശികളും ഗത്ഫാൻ ഗോത്രവും യോജിച്ചു. വജഹസുൽ ജുയൂഷ ലിദാലിക. ഇതിനു വേണ്ടി അവർ സൈന്യങ്ങളെ തയ്യാർ ചെയ്യുകയും ചെയ്തു. ലർബുൽ ഖന്ദഖ്, ഖന്ദഖ് കുഴിക്കൽ. ഫലമ്മ സമിയ ബിഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ അവരെക്കുറിച്ച് കേട്ടപ്പോൾ അമറ ബിൽ ലർബിൽ ഖന്ദഖ് അലൽ മദീന. മദീനയുടെ മേൽ ഖന്ദഖ് കീറാൻ അള്ളാഹുവിൻ്റെ റസൂൽ ഉത്തരവിട്ടു. വക്കാനല്ലദീ അസാറ അലൈഹി ബിദാലിക സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സൂചിപ്പിച്ചത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഖാല, മഹാനവറുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നാ കുന്നാ ബി ഫാരിസ ഇദാ ഹുസിർന ഖന്ദഖ്ന അലൈന. അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഞങ്ങൾ പേർഷ്യയിലായിരിക്കുമ്പോൾ ഞങ്ങൾ ഉപരോധിക്കപ്പെട്ടാൽ ഞങ്ങൾ ഖന്ദഖ് കുഴിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഫഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഖന്ദഖ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖന്ദഖ് വരച്ചു, അടയാളപ്പെടുത്തി കൊടുത്തു. സുമ്മ ഖതഅ ലികുല്ലി അശറത്തിൻ 40 ദിറാ. തുടർന്ന് ഓരോ 10 ആളുകൾക്ക് വേണ്ടിയും 40 മുഴം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെട്ടി മുറിച്ചു. മാത്രവുമല്ല വഅമില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ദാലിക്. ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ റസൂലും പണിയെടുത്തു. ബിയദിഹി ഷരീഫ, അവിടുത്തെ മഹത്തായ കരം ഉപയോഗിച്ചുകൊണ്ട്. തർഗീബൻ ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ ഉത്സാഹമുള്ളവരാക്കി തീർക്കാൻ വേണ്ടി. റബ്ബമാ കാന യഹ്ഫിറു ഹത്താ യുഇയ. ചിലപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് കുഴിച്ചുകൊണ്ടേയിരിക്കും അവിടുന്ന് ക്ഷീണിക്കുന്നത് വരെ. ഫയജ്ലിസു ഹത്താ യസ്തരിഹ. അങ്ങനെ ക്ഷീണിച്ചാൽ അവിടുന്ന് ഇരിക്കും. ഹത്താ യസ്തരിഹ, വിശ്രമിക്കാൻ വേണ്ടി, വിശ്രമിക്കുന്നത് വരെ. വജഅല അസ്ഹാബുഹു യഖൂലൂൻ. ആ സമയത്ത് അവിടുത്തെ അനുയായികൾ പറയാൻ തുടങ്ങും, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, നഹ്നു നക്ഫീക്, ഞങ്ങൾ അങ്ങേക്ക് മതിയല്ലോ, ഞങ്ങളെടുത്തോളാം. ഫയഖൂൽ, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയും, ഉരീദു മുശാറക്കത്തക്കും ഫിൽ അജർ, കൂലിയിൽ നിങ്ങളോട് പങ്കുചേരാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഇസ്തഅജലൽ മുസ്ലിമൂൻ ഫയഅമലുൽ ഖന്ദഖ യുബാദിറൂന ഖുദൂമൽ അദുവ്. മുസ്ലിമീങ്ങൾ ധൃതി കാണിച്ചു. അങ്ങനെ ശത്രുക്കളുടെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ഖന്ദഖ് കുഴിച്ചു. ഹത്താ തമ്മ ഫി 6 അയ്യാം ദർബുൽ ഖന്ദഖി. അങ്ങനെ 6 ദിവസത്തിലായി ഖന്ദഖ് കുഴിക്കൽ പൂർത്തിയായി. ഷമാലിയൽ മദീന
മിനൽ ഹറത്തി ഷർഖിയ ഇലൽ ഹറത്തിൽ ഗർബിയ. മദീനയുടെ വടക്ക് ഭാഗത്ത് മിനൽ ഹറത്തി ഷർഖിയ ഇലൽ ഹറത്തി അൽ ഗർബിയ, കിഴക്കൻ ഹറ മുതൽക്ക് പടിഞ്ഞാറൻ ഹറ വരെ നീണ്ടു നിൽക്കുന്ന ആ ഖന്തക്ക് 6 ദിവസത്തിൽ പൂർത്തീകരിച്ചു. വഹാദൽ ജാനിബു ഹുവല്ലദീ കാന ഔറത്തൻ തുഅ്തൽ മദീന മിൻ ഖിബലിഹ. ഈ ഭാഗം അതിർത്തിയിലൊരു വിടവുള്ള ഭാഗമായിരുന്നു. തുഅ്തൽ മദീന മിൻ ഖിബലിഹ, ഈ ഭാഗത്തിലൂടെ ആയിട്ടാണ് മദീനയിലേക്ക് ചെല്ലാറുള്ളത്. വസായിറുൽ ജവാനിബി, മറ്റുള്ള ഭാഗങ്ങൾ മുഹാത്തത്തു ബിൽ ബുനിയാനി വൻ നഖീൽ, ബിൽഡിങ്ങുകളെ കൊണ്ടും തോട്ടങ്ങളെ കൊണ്ടും വലയം ചെയ്യപ്പെട്ടതാണ്. ലാ യതമക്കനുൽ അദുവ്വു മിൻഹ, ശത്രുക്കൾക്ക് അതിലൂടെ പ്രവേശിക്കൽ സൗകര്യമാവുകയില്ല. ഈ ഭാഗത്തിലൂടെയാണ് അവർ പ്രവേശിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ഈ ഭാഗത്ത് വലിയ കിടങ്ങ് കീറി. ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.